എന്നെ സംബന്ധിച്ചോളം ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പുതുതായി ഒരു പ്രവർത്തനം തുടങ്ങേണ്ടതുണ്ടെന്ന് തോന്നില്ല. പ്രചാരണ രംഗം സജീവമാകുകയാണ്. നമുക്കിപ്പം കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആദ്യമായി നടക്കുന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ യോഗങ്ങൾ നടത്താറുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പുതുതായി ഒരു പ്രവർത്തനം തുടങ്ങേണ്ടതുണ്ടെന്ന് തോന്നില്ല. എങ്കിലും ഇലക്ഷൻ എന്ന നിലക്ക് ചട്ടവട്ടങ്ങൾ ആരംഭിക്കുന്നതിനൊരു പ്രയാസമില്ല. പ്രവർത്തനം ഞങ്ങൾ ഇന്ന് നേരെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രതീക്ഷയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പരമാവധി ഏതാണ്ട് 80% കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 100% പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഏറെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം, ദീർഘകാലമായി ഈ പ്രദേശ ജനങ്ങളുടെ ആവശ്യമായിരുന്നു പുതിയ പാലത്തെ വലിയ പാലം. 60 കോടി രൂപ ചെലവിലാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രധാന റോഡുകളൊക്കെയും BNBC നിലവാരത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മറ്റ് റോഡുകളൊക്കെ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ പണിതു. പുതിയ ക്ലാസ് മുറികൾ സജ്ജമാക്കി. അന്താരാഷ്ട്ര നിലവാരത്തിൽ ലാബുകൾ സജ്ജമാക്കി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതികൾക്ക് ചില സ്കൂളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അതിലേറെ എടുത്തു പറയാവുന്നത് നമ്മുടെ മണ്ഡലത്തിലെ ഏക കോളേജായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്ത അവരുടെ അക്കാദമിക നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങളുണ്ടായി. A+ അക്രഡിറ്റേഷൻ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൂടാതെ ഇന്നലെ മന്ത്രിസഭ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കോളേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ്ട് 9 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള സൗകര്യം, ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം, താമസ സൗകര്യം, അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സിനുള്ള ധാരണ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടു കൂടിയാണ് കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കിയത്. പുതിയ 5 വർഷത്തേക്കുള്ള കാൽവെപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യമായി മത്സരരംഗത്തേക്ക് വരുന്നു, MLA ആവുന്നു, മന്ത്രിയാവുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കൊന്നൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. ഇത്തവണ എങ്ങനെയാണ് പുതിയതായിട്ടുള്ള പ്രതീക്ഷകൾ, പ്രത്യേകിച്ചും ഇനിയിപ്പോൾ എതിരാളികളൊക്കെ മാറി വരുമ്പോൾ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ പലർക്കും എന്നെ പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ദേവർകോവിലെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, നാഗർകോവിലടുത്ത് നിന്നാണ് ഇദ്ദേഹം വരുന്നത്, ഇയാൾക്ക് വോട്ട് കൊടുത്താൽ ഇയാൾ വോട്ട് കഴിഞ്ഞ് അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകും എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ ഏത് നാട്ടുകാരനാണെന്നും ആരാണെന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിലെ മുക്കുമൂലകളിലുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ പല ഘട്ടങ്ങളിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മിക്കവാറും വീടുകളിൽ കല്യാണവുമായും മരണവുമായി ബന്ധപ്പെട്ട് പോയി വരേണ്ട സാഹചര്യം എനിക്കുണ്ടായതുകൊണ്ട് തന്നെ ഒരു അപരിചിത്വം ഇവിടെയില്ല. ആ നിലയ്ക്ക് ജനങ്ങൾ വലിയ രീതിയിൽ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്. കഴിഞ്ഞ തവണ 12,000-ലധികം വോട്ടിനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷ? ഇത്തവണ എന്ത് തന്നെയായാലും ഭൂരിപക്ഷം 20,000-ന് മേലെ പോകും. വലിയ പ്രതീക്ഷയോടുകൂടെ അഹമ്മദ് ദേവർകോവിൽ MLA, സിറ്റിംഗ് MLA, അദ്ദേഹം പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.